അഹങ്കാരം കൊണ്ട് ശ്രീകൃഷ്ണന്റെ മകൻ ചെയ്ത ആ തെറ്റ് ആ കുലത്തെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഇല്ലാതാക്കി സൂര്യപ്രകാശം തട്ടി സ്വർണത്തെ പോലെ തിളങ്ങുന്ന നഗരമായിരുന്നു ദ്വാരക. ഐശ്വര്യവും അധികാരവും തലയ്ക്കു പിടിച്ച യാദവകുമാരന്മാർ ആരെയും വകവെക്കാത്തവരായി മാറി. ഒരിക്കൽ വിശ്വാമിത്രൻ, കഞ്ചൻ, നാരദൻ എന്നീ 3 മഹാമുനിമാർ ദ്വാരക സന്ദർശിക്കാനെത്തി. സ്വർണവും കടും നീല നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങളും അണിഞ്ഞ യാദവ യുവാക്കൾ അവരുടെ വഴി തടഞ്ഞു. കൂട്ടത്തിൽ കൃഷ്ണന്റെ മകനായ സാമ്പൻ ഒരു ഗർഭിണിയെപ്പോലെ വേഷം കെട്ടിയിരുന്നു. നീലപ്പട്ടു പുതച്ച് അവൻ മുനിമാരുടെ മുന്നിൽ നിന്നു. സാമ്പൻ ചിരിച്ചുകൊണ്ട്, "ഓ മുനിമാരെ, ഞാൻ ഗർഭിണിയാണ്. എനിക്ക് ജനിക്കുന്നത് ആണാകുമോ അതോ പെണ്ണാകുമോ? നിങ്ങളുടെ ദിവ്യദൃഷ്ടി കൊണ്ട് അതൊന്ന് പറയാമോ?" യാദവർ അട്ടഹസിച്ചു ചിരിച്ചു. മുനിമാർ ആ പരിഹാസം നിശബ്ദമായി സഹിച്ചു. പക്ഷേ വിശ്വാമിത്രന്റെ കണ്ണുകളിൽ അഗ്നി പടർന്നു. ആകാശം പെട്ടെന്ന് കറുത്തിരുന്നു. "മൂഢരെ, നിങ്ങളുടെ അഹങ്കാരം അതിരുവിട്ടിരിക്കുന്നു." കഞ്ചൻ മുനി ഉടനെ സാമ്പനെ ശപിച്ചു. "ഇവൾ പ്രസവിക്കുന്നത് ആണിനെയോ പെണ്ണിനെയോ അല്ല, നിങ്ങളുടെ കുലത്തെ മുഴുവൻ വേരോടെ പിഴുതെറിയാൻ പോകുന്ന ഒരു ഇരുമ്പുലക്കയാണ്." പെട്ടെന്ന് സാമ്പൻ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല." തറയിൽ വലിയൊരു ശബ്ദത്തോടെ ഒരു ഭാരമേറിയ ഇരുമ്പുലക്ക വീണു. യാദവരുടെ ചിരി നിലച്ചു. പകരം അവിടെ ഭയം നിറഞ്ഞു. മുനിമാർ അവിടെ നിന്നും മറഞ്ഞു. പിന്നീട് ഈ ഇരുമ്പുലക്കയുടെ അംശം കൊണ്ടാണ് യാദവകുലത്തിന്റെ നാശവും ശ്രീകൃഷ്ണന്റെ മരണവും സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു.